ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു EPS ഫയൽ എങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് EPS ഫയൽ PNG ആയിട്ട് കൺവേർട്ട് ചെയ്തിരുവാണ്. അതിന് നമുക്കൊരു സൈറ്റ് ഉപയോഗിക്കാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവിടെ സെലക്ട് ഫയൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് EPS ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഫോർമാറ്റിലേക്കാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കാണുന്ന സെറ്റിങ്ങിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫയലിൻ്റെ സൈസും റെസൊല്യൂഷനും ഒക്കെ കൊടുക്കാൻ പറ്റും. നമുക്കിവിടെ റെസൊല്യൂഷൻ മാത്രം ഒരു 600 കൊടുക്കാം. സൈസ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വിടാം. കാരണം അതിൻ്റെ സൈസ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സൈസ് വേറെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് സ്ട്രെച്ച് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ കൺവേർട്ടർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ PNG ഫയൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പിലേക്ക് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ വഴിയും ഇത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം.